സോ ഹായ് മക്കളെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 31 ജനുവരിയിലെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ തന്നിട്ടുള്ള കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്തായിട്ട് മാറി മക്കളെ? ബി പ്ലസ് സി എന്ന് പറയുന്ന C/2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആയിട്ട് മാറി. എല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കെ പി ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു പ്രഷറിന്റെ ബേസിസിൽ എഴുതുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് P into 1 minus alpha, and this will become what? ഇതെങ്ങനെ വരിക? P alpha, and this is P alpha divided by 2 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഇപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് P ടോട്ടൽ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തും. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോൾ പി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നോക്കാം. 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ 2 ഇത് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പി ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ഈ മൈനസ് ആൽഫയും പ്ലസ് ആൽഫയും പോയി കഴിഞ്ഞാൽ 1 പ്ലസ് ആൽഫ ബൈ 2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു? ആൻസർ എത്തുന്നു. ഈസ് ഇറ്റ് റൈറ്റ്? സോ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കെ പി ആണ്. കെ പി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് പി ബി ഇൻറ്റു PC raised to 1 by 2 all divided by PA എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നു. ഞാൻ അടുത്ത പേജിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എഴുതുന്നുണ്ട്. സോ യു റൈറ്റിംഗ് ഗെറ്റ് KP is equal to what is PB into PC raised to 1 by 2 all divided by PA എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. സോ നമ്മൾ ഇതിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ടോട്ടൽ ഞാൻ P എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. മോൾ ഫ്രാക്ഷൻ ഓഫ് PB മോൾ ഫ്രാക്ഷൻ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. PB എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അവിടെ എഴുതുന്നുണ്ട് PB is equal to P total, that is P into മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് B, that is P ആൽഫ ഡിവൈഡഡ് ബൈ P into 1 plus alpha by 2 എന്ന് വരുന്നു. സോ P കട്ട് ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് P ആൽഫ into 1 by 1 plus alpha എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നു? ആൻസർ എന്ത് ചെയ്യുന്നു? വരുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ് വേ. സോ P into how can we write P into alpha divided by 1 plus alpha by 2 1 plus alpha by 2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നു. ഇൻറ്റു നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് PC ആണ്. PC യുടെ വാല്യൂ നോക്കുക. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. PC is equal to P total into മോൾ ഫ്രാക്ഷൻ ഓഫ് C എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് C that is P alpha by 2. So P alpha by 2 divided by P into 1 plus alpha by 2 എന്ന് വരും. സോ P എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ബിക്കം വാട്ട്? P into alpha divided by 2 all by 1 plus alpha by 2. So okay, we can write like this way. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ? 2 into 1 plus alpha by 2 all raised to എന്ത് വരും? 1 by 2 all divided by PA എന്നുള്ളതിന്റെ PA is equal to P into അവിടെ കൊടുത്തുള്ള വാല്യൂ നോക്കുക. PA ന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസ് നോക്കുക. ദാറ്റ് ഈസ് P into 1 minus alpha divided by P into 1 plus alpha by 2 എന്ന് വരും. P എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ബിക്കം P into 1 minus alpha divided by 1 minus alpha by 2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു? 1 plus alpha by 2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നു. ഇസ് ഇറ്റ് റൈറ്റ്? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഹൗ ഇറ്റ് വിൽ ബി? ഇവിടെ ഈ P ക്യാൻസൽ ചെയ്ത് കളയാം, ഈ P ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് കിട്ടുന്ന വാല്യൂല് ബാലൻസ് ഉള്ള ആൾക്കാരെ നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് വാട്ട്? ആൽഫ ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഹിയർ യു ആർ ഗെറ്റിംഗ് P alpha raised to 1 by 2 divided by നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? √2 അല്ലെ? നമുക്ക് ദാറ്റ് ഈസ് 2 raised to 1 by 2 എന്ന് പറയുമ്പോൾ √2 into 1 minus alpha മേലോട്ട് പോകും. 1 minus alpha into 1 plus alpha raised to 1 by 2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് അത് എന്ത് ചെയ്യുന്നു? എത്തുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ റേസ് ടു എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടുന്നു. ദെൻ ഇൻറ്റു P റേസ് ടു എന്ത് കിട്ടുന്നു? 1/2 എന്ന് കിട്ടുന്നു. സോ ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ബാക്കി താഴെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മേലത്തെ അപ്പം നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കുന്ന സമയത്ത് ന്യൂമറേറ്റർ കിട്ടിയത് ആൽഫ റേസ് ടു 3/2 P റേസ് ടു 1/2 ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും
വരുന്നുണ്ടോ നോക്കുക. ആൽഫ റേസ് ടു 3/2 പി റേസ് ടു 1/2, ആൽഫ റേസ് ടു 3/2 പി റേസ് ടു 1/2. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത്? ആൽഫ റേസ് ടു 3/2, ആൽഫ റേസ് ടു 3/2 പി റേസ് ടു 1/2 വരുന്ന ഓപ്ഷൻ ഏതെന്നെ വരുന്നുള്ളൂ? ഓപ്ഷൻ 2 അല്ലേ വരുന്നുള്ളൂ? Yes or no? ഓപ്ഷൻ 2 അല്ലേ വരുന്നുള്ളൂ? ആൽഫ റേസ് ടു 3/2 പി റേസ് ടു 1/2 വരുന്ന ഓപ്ഷൻ 2 വരുന്നുള്ളൂ. ഇസ് ഇറ്റ് റൈറ്റ്? അപ്പൊ ഡയറക്ട്ലി തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആൻസറിലോട്ട് പോകാം. നിങ്ങൾ താഴെയുള്ളത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. താഴെയുള്ളത് സോൾവ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ നോക്കുക. √2 ഇൻറ്റു 1 മൈനസ് ആൽഫ, 1 മൈനസ് ആൽഫ, പിന്നെ എന്ത് വരുന്നു? ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് ദിസ് വേ ഇൻറ്റു ദിസ് വിൽ ബിക്കം ഇൻറ്റു ജസ്റ്റ് റൈറ്റിംഗ് ലൈക്ക് ദിസ് വേ, ദിസ് ബിക്കം ഇൻറ്റു എന്ത് വരും? ദാറ്റ് ഈസ് 2 പ്ലസ് ആൽഫ ബൈ 2 ഓൾ റേസ് ടു എന്ത് വരുന്നുണ്ട്? 1/2 എന്ന് പറയുന്ന വാല്യൂ എത്തുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ വെൻ വി ആർ സോൾവിങ് ദിസ് വൺ, നമുക്ക് ഒന്നുകൂടി എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം. ലെറ്റ് സോൾവ് ദിസ് വൺ. നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ നമ്മളത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേലെ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക. ഓൾറെഡി നമുക്ക് കിട്ടി ആൽഫ റേസ് ടു 3/2 ഇൻറ്റു പി റേസ് ടു എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടുന്ന ആൾക്കാർ √2 ഇൻറ്റു 1 മൈനസ് ആൽഫ ഇൻറ്റു this is √2 പ്ലസ് റൂട്ട് ആൽഫ ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടുന്നു. ഈ √2ഉം √2 എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ദിസ് ഈസ് ഐ എം ജസ്റ്റ് ഫോർഗെറ്റ് ദിസ് ഈസ് ഇൻറ്റു. ഇസ് ഇറ്റ് റൈറ്റ്? ദിസ് ഈസ് ഇൻറ്റു. The ഇൻറ്റു ആണ് കൊടുത്തിട്ടുള്ളത്. സോ √2 എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ഇറ്റ് ബിക്കം വാട്ട്? ആൽഫ റേസ് ടു 3/2 ഇൻറ്റു പി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു. Now you are getting what? √2 ഉണ്ട്, √alpha ഉണ്ട് അല്ലെ? So we can write that is 2 plus alpha raised to 1/2 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തുന്നു അല്ലെ? 1 minus alpha into 2 plus alpha raised to 1/2. ബാക്കിയുള്ള ക്യാൻസൽ ചെയ്ത് പോയില്ലേ? സോ അങ്ങനെ വരുന്ന ആൻസർ തന്നെയല്ലേ നമ്മുടെ ഓപ്ഷൻ 2 തന്നിട്ടുള്ളത്? 2 plus alpha raised to 1/2 plus ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനിലോട്ട് എത്തി. അത്യാവശ്യം നന്നായിട്ട് ചിന്തിച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ചിന്തിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യന് വരുന്ന ഫേസ് നമ്മുടെ ഏപ്രിൽ ഫേസിലും നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിനനുസരിച്ച് ഈ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.